വാർത്തയിലേക്ക് പോയാൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പുതിയ സർക്കാരിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സുജിത്ത് പറയുന്നു. 3.5 വർഷം സർക്കാർ കേസ് മൂടിവെക്കാൻ ശ്രമിച്ചു. പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നും സുജിത്ത് വ്യക്തമാക്കി. നിന്ന് കിട്ടാതെ ഒരു പിന്തുണ UDF സർക്കാരിൽ നിന്ന് കിട്ടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെ സംഭവിക്കും. DGPക്ക് ഒരാഴ്ചക്കകം റിപ്പോർട്ട് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർക്കാർ നേരിട്ടിട്ട് നടപടി സ്വീകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായാലും നിലവിലെ സ്റ്റാറ്റസ് ഇപ്പോൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് 4 പേർക്കെതിരെ. പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറി പോയിട്ടുള്ളൊരു സുഹൈർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ എതിരെയുള്ള ഇപ്പോൾ കോടതിയിൽ നടക്കുന്നുണ്ട്. സനിസ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. സനിസ, ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും വരെ പോരാട്ടം, അതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം സുജിത്തിന്റെ. അപ്പം പക്ഷേ പുതിയ സർക്കാരിൽ പ്രതീക്ഷയുമുണ്ടല്ലേ? അതേ സേതു, പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. വലിയ ക്രൂരമായ മർദ്ദനമായിരുന്നു നടന്നത്. മർദ്ദനത്തിനിരയായ സുജിത്ത് ഇന്ന് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഈ വിഷയത്തിൽ ഇപ്പോൾ 5 പോലീസുകാർ സസ്പെൻഷനിലാണ്. എന്നാൽ അതിൽ കൂടുതൽ ആളുകളുണ്ട്. സസ്പെൻഷൻ മാത്രം പോരാ, ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ആ ഒരു നടപടി എടുക്കും വരെ നിയമപോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. 3.5 വർഷം സർക്കാർ കേസ് മുൻപുണ്ടായിരുന്ന സർക്കാർ കേസ് മൂടിവെക്കാൻ ശ്രമിച്ചു. പുതിയ സർക്കാരിൽ പൂർണ്ണമായി പ്രതീക്ഷയുണ്ട്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് തന്നെയാണ് സുജിത്ത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സേതു. ഓക്കെ സനിസ, ശരി.